അയ്യോ എടാ മമ്മൂക്ക വരുന്നുണ്ട്, അപ്പം ടൈം ഇങ്ങനെ മാറ്റി കളിക്കല്ലേ എന്ന രീതിയിൽ പറഞ്ഞു. കാണുമ്പോൾ ഒരു ഓറ ഉണ്ടല്ലോ, ഒന്നാമത് ഫാൻ ബോയ് മൊമെന്റ് ആണ്. ഞാൻ കുറച്ച് അകലെ ഇരുന്നു. നീ എന്താണ് എൻ്റെ അടുത്ത് ഇരിക്കൂലേ എന്ന് ചോദിച്ചു. ഞാൻ നമുക്കൊരു ഫോട്ടോ എടുത്തു. കോമഡിക്ക് എന്നെ അടുത്തിരുത്തി നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ തീം മ്യൂസിക്, സ്ട്രിങ് മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നതിന്റെ പോർഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ആ മ്യൂസിക് എങ്ങനെയാണ് നിങ്ങളത് ഉണ്ടാക്കിയെടുത്തതെന്നും പ്ലസ് അതിന്റെ വോക്കലൈസ്ഡ് പോർഷൻസ് ഉണ്ടല്ലോ, ആ ഒരു വിന്റേജ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ആ ഒരു വോക്കലൈസേഷൻ പോർഷൻ കൊണ്ട് എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് ആ കമ്പോസിംഗ് സെഷനിൽ നിന്ന് ഉണ്ടായി വന്നതെന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. അത് കംപ്ലീറ്റ് അമൃത് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അമൃത് രാംനാഥ്, അത് അവന്റെ പരിപാടിയാണ് ഫുൾ. അമൃത്തിന്റെ റൈറ്റിംഗിൽ സ്ട്രിങ്സ് ഭയങ്കര, വിനീതായിട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻസ് ആൻഡ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞൊരു ഈ സിനിമയിൽ. കാരണം പഴയ സിനിമകളിൽ ഫുൾ നമുക്ക് കേൾക്കാം സ്ട്രിങ്സ്. ഇപ്പൊ മണിച്ചിത്രത്താഴൊക്കെ എടുത്ത് ഫുൾ സ്ട്രിങ്സിന്റെ പരിപാടിയാണ്. ഇതേപോലെ നമുക്കൊരു പഴയ കാലഘട്ടം കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് സ്ട്രിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിനീതേട്ടൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ പറയും അമൃത്തിന്റെ അടുത്തും. അപ്പൊ അമൃത് ഇത് സ്ട്രിങ് റൈറ്റിംഗ് നല്ല രസമാണ്, അമൃത്തിന്റെ സ്ട്രിങ് റൈറ്റിംഗ്. അപ്പൊ അങ്ങനെയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം തീം. ഇത് ശരിക്കും നിങ്ങൾ കേട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുകളിൽ നിന്നുള്ള ട്യൂണുകൾ തന്നെയാണ് ഇത്. ഈ ജ്ഞാപകം എന്ന് പറഞ്ഞ പാട്ടിന്റെ ട്യൂൺ വരെ ഉണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ ഇതൊരു ഹാപ്പി വേർഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് കേൾക്കുക. അപ്പം അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് കേൾക്കുന്നത് കറക്റ്റ് ആയിട്ട്. അമൃത് ചെന്നൈയിൽ നിന്ന് അയച്ചു തരും. നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നമുക്ക് കൊച്ചിയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ജ്ഞാപകം ഉണ്ട്. ഇതിനകത്ത് ജീവിതഗാഥകൾ എന്ന് പറഞ്ഞ പാട്ടിന്റെ സാധനങ്ങളുണ്ട്. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹാപ്പി വേർഷൻ ആയിട്ടാണ് എനിക്ക് അന്ന് കേട്ടപ്പോഴും. അന്ന് എനിക്ക് ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സ് സുബിൻ, ആൽബിൻ, ഹെറാൾഡ്, നമ്മളവിടെ വായിക്കുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാനത് പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് കുറെ ഇമോഷണലി ഇത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളത് പ്ലേ ചെയ്യുന്ന, അപ്പൊ ഇത് ആ ട്യൂണല്ലേ, ഇതല്ല, നമുക്ക് എനിക്ക് ഭയങ്കര ഇമോഷണലി അത് കണക്ട് ചെയ്യും. അതുപോലെ ആ വോയിസ് വന്നതെല്ലാം ഞാൻ ആക്ച്വലി ടീസറിന്റെ സമയത്ത് ഫൈനൽ ഔട്ടിലാണ് വോയിസ് ഒക്കെ കയറുന്നത്. അത് മാറി കംപ്ലീറ്റ് ആയിട്ട്, അത് ഷിഫ്റ്റായി. അത് അമൃതും വിനീതായിട്ടും കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഇതാണ്. ഈ അമൃത് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ബോംബെ ജയശ്രീയുടെ മകനാണ്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അമൃതായിട്ട് ഈ മ്യൂസിക് സൈഡല്ല, നമ്മള് ഷൂട്ടിന് അമൃത് വരും. ഷൂട്ടിന് ഇടയ്ക്ക് ഇപ്പം അതുപോലെ എല്ലാത്തിനും ഷൂട്ടിന് ഇടയ്ക്ക് അമൃത് വരും. കണ്ണൂർ സെഷനിലും നമ്മൾ ജാം ചെയ്യും. നമ്മള് റൂമിലൊന്ന് ജാം ചെയ്യും. വിനീതേട്ടനും അപ്പുചേട്ടൻ, പ്രണവ് ചേട്ടൻ, ധ്യാൻ ചേട്ടൻ എല്ലാരും കാണും. ജാം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും മ്യൂസിക്കലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഭയങ്കര രസമാണ്. അമൃത്തിന്റെ നോളജ് ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലും എല്ലാത്തിലുള്ള നോളജ് ഭയങ്കര രസമാണ്. നമ്മള് ഇടയ്ക്ക് ഒരു ഷോപ്പിൽ വിനീതേട്ടൻ്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പിൽ പോയി അവിടെ അമൃത് പ്ലേ ചെയ്യാൻ തുടങ്ങി. അതും ചില യൂട്യൂബിലൊക്കെ ഉണ്ട്. ഒരു ഹാർമോണിയം കിട്ടിയപ്പോൾ അവനതിൽ തകർക്കുക. അപ്പൊ അത്രയും നോളജ് അവനുണ്ട്. ഭയങ്കര രസമാണ് മ്യൂസിക്കലി അസോസിയേറ്റ് ചെയ്യാനും ആസ് എ ഫ്രണ്ട് അസോസിയേറ്റ് ചെയ്യാനും. ഈ ടീമില് ഏറ്റവും ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണം നമുക്ക് ഒരിക്കലും തോന്നില്ല. നമ്മൾ ഫ്രണ്ട്സ് വൈസ് അസോസിയേറ്റ് ചെയ്യില്ലേ, ഫ്രണ്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് കംപ്ലീറ്റ് ആയിട്ട്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അമൃത്. ഒരു ചോദ്യം കൂടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. അതില് മധുപകരുവിന്റെ BTS മ്യൂസിക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ഭയങ്കര വലിയ ക്രൗഡ് അല്ലേ? അപ്പൊ അതിലുള്ളവരെല്ലാരും മ്യൂസീഷ്യൻസ് തന്നെ ആയിരുന്നു. അപ്പൊ ഈ ക്രൗഡ് മാനേജ് ചെയ്യുന്ന ഒരു ഡയറക്ടറുമാണ് ശ്രാവൺ, പ്ലസ് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് ചെയ്ത ഒരു വയലിനിസ്റ്റും കൂടെയാണ്. അപ്പൊ ഈ രണ്ട് ബ്രെയിനും കൂടി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുക? ഈ പടത്തില് കണ്ടിട്ടുള്ളവർക്ക് കുറെ അറിയാം. ഇതിൽ കുറെ പോർഷൻസ് ഉണ്ട്. സ്ട്രിങ്സ് റെക്കോർഡിങ്, പഴയ കാലഘട്ടത്തെ റെക്കോർഡിംഗ് സെഷൻസ്, പഴയ സ്റ്റുഡിയോ സെഷൻസ്, കുറെ മ്യൂസിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ വിനീതായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാം ഒറിജിനൽ മ്യൂസീഷ്യൻസ് തന്നെ. നമുക്ക് ആരെയും ജൂനിയേഴ്സിനെ വെച്ച് നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റും കൈകാര്യം ചെയ്യിപ്പിക്കേണ്ട, എല്ലാവരും ഒറിജിനൽ മ്യൂസീഷ്യൻസ് തന്നെ വേണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് വിനീതന്. അത് തന്നെ വേണം എന്ന് പറയണം. മെയിനായിട്ട് അത് തന്നെയാണ് ഞാൻ ആ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അപ്പം മധുപകരു സെഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും മ്യൂസീഷ്യൻസ് ആണ്. എല്ലാവരും സിംഗേഴ്സും അല്ലെങ്കിൽ ഗിറ്റാറിസ്റ്റുകൾ എല്ലാം ഉണ്ട്. അപ്പം മധുപകരു മാത്രമല്ല, നമ്മളാ സമയത്ത് വേറെ പല പാട്ടുകൾ ജാം ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു, എൻ്റെ അടുത്ത് വിനീതേട്ടൻ പറഞ്ഞു മുന്നേ, ഞാനും അഭേഷേട്ടനും നമ്മുടെ എല്ലാ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ധനഞ്ജയ്, ജിതൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ നിന്നാണ് നമ്മളത് അവരെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. പക്ഷെ പ്രിപ്പറേഷൻ അല്ല, വിനീതേട്ടൻ അപ്പോഴും പറഞ്ഞത് ഒന്ന് ജെല്ലാക്കി എടുത്താൽ മതി. അതായത് ഒന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു സംഭവത്തിന് മുകളിൽ അവരുമായിട്ടൊന്ന് സിങ്ക് ആയി കഴിഞ്ഞാൽ തന്നെ അവർ ആ ഒരു ഷൂട്ടിൽ അവർ പെർഫോം ചെയ്തോളും. അപ്പോൾ നമ്മള് പഠിപ്പിക്കേണ്ട സ്ഥലങ്ങൾ മാത്രം ഞാനുണ്ടായിരുന്നു. അന്ന് അമൃത് വന്നിട്ടുണ്ടായിരുന്നു.
അമൃത് ഉണ്ടായിരുന്നു. നമ്മളത് മ്യൂസിക്കലി കുറച്ചും കൂടി അറിയാവുന്നതുകൊണ്ട് നമ്മളോട് മ്യൂസിക്കലി ഇരുന്ന് എളുപ്പമായിരുന്നു അവര് അതേ ട്യൂണിൽ തന്നെയാണ് പാടുന്നത്. അപ്പൊ അത്രയും നമുക്ക് സുഖം, കേൾക്കാനും സുഖമുണ്ട്. അപ്പൊ നമ്മള് പാട്ടറിയാത്തവരെ കൊണ്ട് അവിടെ മധുവര് പാടിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും, കാരണം അത്രയും ടഫ് ആയിട്ടുള്ള, അതെ, കിട്ടില്ല. അത് ഒരു BTS കേൾക്കാൻ ഒരു സുഖം കാണുമല്ലോ ഉറപ്പായിട്ട്, കാരണം ഒരു മ്യൂസിഷ്യൻസ് തന്നെയാണത്. അപ്പം ഈസി ആയിരുന്നു, എനിക്ക് ഈസി ആയിരുന്നു. അവര് കോപ്പപ്പ് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ അവർ പഠിച്ചെടുക്കുന്നു. എല്ലാരും കാണാത്തോടായല്ലോ ലിറിക്സ് ആ സമയത്ത്. ആദ്യം 4 പേപ്പറൊക്കെ കൊടുത്ത് ലിറിക്സ്, പിന്നെ ആ പാട്ട് കേട്ട് 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 ലിറിക്സ് ഒന്നും കാണാനില്ല, എല്ലാരും പാടാൻ തുടങ്ങി. അത് അതിന്റെ ഒരു മാജിക് ആണത്. വളരെ അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ശ്രാവണത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് 2018 ജൂഡ് ആന്റണി ജോസഫ് മൂവിയിലെ സോളോ വയലിൻ പോർഷൻ ആണ്. അത് ക്ലൈമാക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന തന്മയുടെ ക്യാരക്ടറിന്റെ POVയിലാണ് മ്യൂസിക് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു മ്യൂസിക് പോർഷൻ ആ സിനിമ മൊത്തത്തിൽ എലവേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണത്. അപ്പൊ കരയാത്തവരെയും കരയിക്കുന്ന ഒരു മാജിക് ആ വയലിൻ പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷൻ എങ്ങനെയാണ് കമ്പോസ് ചെയ്തത്, പ്ലസ് എപ്പോഴും ഒരു ആക്ടറുടെ പെർഫോമൻസിന്റെ ആവശ്യമുണ്ടോ നമുക്കൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്? അത് കണ്ട് നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ ഒരു സ്പേസ് ആണോ ശ്രാവൺ ഇഷ്ടം? ഉറപ്പായിട്ടും റീലില് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് അതിനുണ്ട്. നോബിൻ ചേട്ടനാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പുള്ളി മുന്നേ ചാർലി 777 എന്ന് പറഞ്ഞൊരു വലിയൊരു ഹിറ്റൊക്കെ പുള്ളി ചെയ്തിട്ടുള്ള ആളാണ്. നോബിൻ ചേട്ടൻ ഭയങ്കര ക്രിയേറ്റീവാണ്. ഈ പറഞ്ഞ പോലെ സ്ട്രിങ്സ് റൈറ്റിങ്ങിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ മെലഡി റൈറ്റിങ്ങിനാണെങ്കിലും നോബിൻ ചേട്ടൻ ഭയങ്കര ധാരണ ഉണ്ട്. എവിടെ ഇമോഷൻ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് നോബിൻ ചേട്ടൻ ഭയങ്കര, ഇതെല്ലാം വെർച്വൽ ആണ്, നമ്മളെല്ലാം വെർച്വൽ കമ്മ്യൂണിറ്റി. നോബിൻ ചേട്ടൻ ബാംഗ്ലൂരാണ്, ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പം നോബിൻ ചേട്ടൻ എനിക്ക് അയച്ചുതരും, സെഷൻ അയച്ചുതരും. അപ്പൊ അതില് പാടിയിട്ടുണ്ടാവും, അതിൽ തന്നെ ഇമോഷൻ ഉണ്ട്. പുള്ളി ഉദ്ദേശിക്കുന്ന സാധനം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പറയുകയും ചെയ്യും. ബിഫോർ ദ സ്കോർ എടാ എനിക്ക് ഇതിങ്ങനെയാണ് വേണ്ടത് എന്നുള്ള വൃത്തിയായിട്ടുള്ള ഒരു ഇൻഫർമേഷനും തരും. ആ സ്കോർ അതേപോലെ പാടിയിട്ടുണ്ടാവും. നമുക്ക് വിഷ്വലി ഇത് കാണുമ്പോൾ എനിക്ക് ആദ്യം അവിടെ ആ സ്കോർ വന്നതിന്റെ കാരണം എന്ന് ഞാൻ നോബിനോട് ചോദിച്ചു. അപ്പൊ ജൂഡേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻവിയുടെ പെർസ്പെക്റ്റീവിലാണ് ഇത് കാണേണ്ടത്, അത്രയും സങ്കടം, അത്രയും, കാരണം അതിൽ ഇമോഷൻ അതിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു മ്യൂസിക് നോബിൻ ചേട്ടൻ കമ്പോസ് ചെയ്യുന്നു. എനിക്ക് ഒന്ന് രാത്രി എനിക്ക് ഒരു 7 മണി 8 മണിക്ക് അയക്കുന്നു. ഞാൻ 10-11 രാത്രി ഇരിക്കുന്നു. രാവിലെ ഒരു 4-5 മണി വരെ ഞാൻ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്ന 2 മിനിറ്റ് ആണെങ്കിലും ഞാനൊരു 5 വരെ എനിക്ക് അതിൽ ഇമോഷൻ കൊണ്ടുവരാൻ, ഞാൻ വായിക്കും, വർക്ക് ആവുന്നില്ല, ഞാൻ വായിക്കും, എനിക്ക് അത്രയും ഇമോഷൻ അതിൻ്റെ അകത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ പീസ് നമുക്ക് കിട്ടുക, നല്ലൊരു കോമ്പോസിഷൻ ആണ് അത് കിട്ടുമ്പോൾ നമ്മൾ അതിനെ എത്രയും വൃത്തിയാക്കാം. നമ്മളാരും ഉറക്കമൊന്നുമില്ല ആ ലാസ്റ്റ് 3-4 ദിവസം ഒന്നും ആർക്കും നോബിൻ ചേട്ടൻ ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അയക്കുമ്പോഴൊക്കെ റിപ്ലൈ അപ്പത്തന്നെ വരും. നമ്മൾ അയക്കുന്നു, ഇത് വർക്ക്ഔട്ട് ആവുന്നു. അങ്ങനെ നോബിൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രാവിലെ 9 മണിക്കാണ് ജൂഡേട്ടൻ അയച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു വയലിൻ പീസ് ആണല്ലോ നമ്മുടെ മിന്നൽ മുരളി സിനിമയ്ക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ വില്ലന് വേണ്ടിയുള്ള മ്യൂസിക് വന്നത് കൊണ്ട് പോലും ആ സിനിമയ്ക്ക് അപ്പോൾ ആ സമയത്ത് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ സ്ക്രീനിൽ തീയാണ്, തീയുടെ ഒരു ബേണിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ലോസുമായിട്ട് നമ്മൾ ഒട്ടും അസോസിയേറ്റ് ചെയ്യാത്ത ഒരു സോഫ്റ്റ് ടെക്സ്ചർ ഉള്ള ഒരു മ്യൂസിക്കാണ് നമ്മൾ സ്ക്രീനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വയലിൻ പോർഷൻ പ്ലേസ് ചെയ്യുന്നത് ഇവിടെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതാണ് ആ സീൻ എന്നൊക്കെ ശ്രാവൺ അറിയാമായിരുന്നു? ഇല്ല, ഒന്നും അറിയില്ലായിരുന്നു. അത് ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ഷാനിക്ക പറഞ്ഞിരുന്നു. പക്ഷെ ഷാനിക്ക എന്നെ വിളിക്കുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എൻ്റെ ഒരു തട്ടത്തിപ്പുറത്തിന്റെ സാധനം കണ്ടിട്ടാണ് ഷാനിക്ക ഞാൻ അയച്ചു കൊടുക്കും. നമ്മൾ അയച്ചു കൊടുക്കുക, ഷാനിക്ക അത് കേൾക്കണം എന്ന് വെച്ചിട്ട് കൊടുക്കും. ഷാനിക്ക എല്ലാം കേൾക്കും, റെസ്പോൺസ് ഒക്കെ ചെയ്യും. ഒരു ദിവസം എടാ ഗിവ് മി യുവർ നമ്പർ എന്ന് പറഞ്ഞ് ഷാനിക്ക എനിക്ക് മെസ്സേജ് അയച്ചത്. ഇതിനാണെന്നൊന്നും എനിക്കറിയില്ല, ഒരു പാട്ടുണ്ടോ അതിനായിട്ട്, ഇതിൽ സോളോ ആണ്, അത് വായിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ചു, ഷാനിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു, ബേസിലായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് തരും. പിന്നെ വേറെ അപ്ഡേറ്റ് ഒന്നും അതിന് ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഷാനിക്ക ഇത് പ്ലേസ് ചെയ്തതിന് ശേഷം ഷാനിക്ക തന്നെ എക്സൈറ്റഡ് ആയിട്ട് ഷാനിക്ക എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, എടാ ഇത് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം ഒരു രക്ഷയില്ലാത്തൊരു പോർഷനാണ്, പടത്തിൻ്റെ ഒരു ക്രക്സിലാണ് ഇത് വരുന്നത്. അപ്പം തന്നെ ഓക്കെ, ഇത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ഇത് എവിടെ വരുന്നതെന്ന് നമുക്ക് അറിയില്ല. പാട്ട് പക്ഷേ ലിറിക്കൽ വീഡിയോ ആണ് അതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇല്ല ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ കറക്റ്റ് ആ വില്ലന്റെ ഇമോഷൻ, വില്ലൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ പ്രണയത്തിന്റെ ആ സംഭവം
ഇവിടെ നടക്കുന്നത് എല്ലാം കൂടി റിലേറ്റ് ചെയ്ത് വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല, സോളോ മാത്രമേ പ്ലേസ് ചെയ്യുള്ളൂ. പക്ഷെ പാട്ടിലോട്ട് വരുമ്പോൾ സോളോന്റെ പുറകിൽ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ കുറെ ഉണ്ട്. പക്ഷെ ഇവിടെ ആ സോളോയിൽ നിന്ന് കയറിയിട്ടാണ് പാട്ട് പോയിട്ടുള്ളത്. അത് ആ പ്ലേസ്മെന്റ് ഒരു ഭയങ്കര വലിയ ഡിസിഷൻ ആയിരുന്നു. അത് എനിക്ക് ഷാനിക്കയുടെ ഒരു മാജിക് തന്നെ. അത് ഷാനിക്ക് എല്ലാ പാട്ടുകളും ആരോ നെഞ്ചിലൊക്കെ പ്ലേസ് ചെയ്യുന്നതൊക്കെ ബേസിലായിട്ടും ഇവർ രണ്ടുപേരുടെ ഉള്ളൊരു പരിപാടി തന്നെയാണത്. അത് ഭയങ്കര തിയേറ്ററിൽ കാണാൻ പറ്റാത്ത സങ്കടം ഒരുപാട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബേസിലേട്ടനെ ഞാൻ ഇതിൽ കണ്ടപ്പോൾ നമുക്കൊരു റിലീസ് ചെയ്താലോ, ഇപ്പൊ എല്ലാം റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഗില്ലിയൊക്കെ റിലീസ് ചെയ്ത് നമുക്ക് റിലീസ് ചെയ്ത് കുറച്ച് കോടികൾ ഉണ്ടാക്കിയാലോ ഞാൻ ചോദിച്ചു. ഉറപ്പായിട്ട് എനിക്കൊന്ന് മിന്നൂരിലേക്ക് റിലീസ് ചെയ്താൽ എനിക്കൊന്ന് ആൾക്കാർ പോയി കാണണം എന്നുള്ളത്. കാരണം അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ, തിയേറ്റർ വാച്ച് ഒരു പടമായിരുന്നത്. പക്ഷെ ആ പടം OTT കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഞാൻ തുടങ്ങിയത് ഷാനിക്ക് ഈ 2-3 സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തൊരു പാട്ടാണ് ഉയരാൻ. ഷാനിക്കായിട്ട് ഞാൻ എപ്പോഴും പറയും, ഞാൻ ആദ്യം കൈലാസ് ചേട്ടന് വേണ്ടിയിട്ട് വായിച്ച അലരെ എന്ന് പറഞ്ഞ പാട്ടിലാണ്, അതാണ് ആദ്യം അറിയണം. പിന്നെ അരുൺ ചേട്ടന് അനുഗ്രഹീതൻ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന പാടമാണ് മിന്നൽ മുരളി. അപ്പൊ എനിക്കത് ഭയങ്കര ഗുണം ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് ഇമോഷണലി. ഞാൻ ഒരു പാട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് ഇമോഷണലി ഡിറ്റാച്ച് ആവാറില്ല. ഇപ്പോഴും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലയന്റുമായിട്ട് ഞാൻ ഇമോഷണലി ഡിറ്റാച്ച് ആവാറില്ല. അത് നല്ലതാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ചോദിക്കും, അപ്ഡേറ്റ് ചോദിക്കും, എങ്ങനെയുണ്ട് അത് വർക്ക്, എന്തായി ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മ്യൂസിക്കിൽ അത് കണക്ട് ചെയ്യും അങ്ങനെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സാധനമാണ് ഈര. ഇനി നമ്മുടെ ബ്രഹ്മയുഗം സിനിമയിലും ഇതുപോലെ നമ്മൾ കാണുന്നത് ഒരു 17th സെഞ്ച്വറി ഡാർക്ക് കേരളയാണ്. പക്ഷെ അതിന്റെ ചെല്ലോ, ശ്രാവൺ പ്ലേ ചെയ്തിരിക്കുന്ന ചെല്ലോയ്ക്ക് ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു പോർഷനാണ് അതിലെ ക്യാരക്ടറിന് വേണ്ടി പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ വയലിൻ യൂസ് ചെയ്യാതെ എന്തുകൊണ്ടായിരിക്കും ചെല്ലോയിലേക്ക് പോയത്? അത് കമ്പോസറിന്റെ സെലക്ഷൻ ആയിരുന്നോ? കംപ്ലീറ്റ് ക്രിസ്റ്റോ ആണ് ബ്രഹ്മയുഗം. അതുപോലെ ക്രിസ്റ്റോന്റെ അടുത്ത പടമാണ് ടർബോ. ക്രിസ്റ്റോന്റെ ഡിസിഷനാണ്. ക്രിസ്റ്റോന് ഭയങ്കര ഇഷ്ടമാണ് ചെല്ലോ, അതേപോലെ ഈ FX പരിപാടി ക്രിസ്റ്റോന് ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്റ്റോടെ പോകുമ്പോഴേ അവന് ഒരു ധാരണ ഉണ്ട്, ഇതിങ്ങനെയാ വരണ്ടേ, ചെല്ലോയിൽ ഇങ്ങനത്തെ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഹൊററായിട്ട് ഫീൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അവനൊരു പെർഫെക്റ്റ് ഇതുണ്ട് ചെല്ലോയിൽ വരിക. അപ്പൊ അത് പക്ഷെ തിയേറ്ററിൽ മിക്സ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. ചില സാധനങ്ങളൊക്കെ നമ്മള് വായിച്ചിട്ടുള്ളത് കേൾക്കുമ്പോഴേ നല്ല രസമായിരുന്നു. എനിക്ക് ഒരു സംശയം, ഇപ്പൊ സ്ട്രിങ്ങിന്റെ കാര്യമാണ്. സ്ട്രിങ് അറേഞ്ച്മെന്റും മ്യൂസിക് കമ്പോസിഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? സ്ട്രിങ് അറേഞ്ച്മെന്റ് ചെയ്യുന്ന ഒരാള് കമ്പോസിഷൻ ചെയ്യാൻ പറ്റുമോ, അതോ രണ്ട് ആൾക്കാർ ചെയ്യുന്നതാണോ നല്ലത്? കമ്പോസേഴ്സ് സ്ട്രിങ്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ സ്ട്രിങ്സ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കും ഈ സ്ട്രിങ്സ് അറേഞ്ച്മെന്റ് വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വേറെ ബ്യൂട്ടി കാണും. ആ പാട്ടിനെ തന്നെ വേറെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്ട്രിങ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. കൗണ്ടർ മെലഡീസും അങ്ങനെ ഹാർമണൈസ് ചെയ്യാം, പല രീതിയിൽ നമുക്ക് ഹാർമണൈസ് ചെയ്യാം. ആ പ്രോപ്പർ കോഡ് തന്നെ സ്ട്രിങ്സ് അറേഞ്ച്മെന്റിൽ വരണമെന്നില്ല, നമുക്കത് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കമ്പോസേഴ്സ് തന്നെ അറേഞ്ച് ചെയ്ത് നമുക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ അടുത്ത് പ്ലേ ചെയ്യാൻ പറയും. അപ്പൊ രണ്ടാണെന്ന് ചോദിച്ചാൽ മെലഡി ബേസിൽ തന്നെയാണ് അറേഞ്ച്മെന്റ് പോവുക. പക്ഷെ നമുക്ക് കുറെ ബ്യൂട്ടി ഉണ്ടാക്കാൻ പറ്റും. സ്ട്രിങ്സും ഉണ്ട്, സ്ട്രിങ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഡിഫറൻസ് വരും. ഇപ്പൊ മിക്സ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മിക്സ് നമ്മുടെ പാട്ട് മിക്സ് ചെയ്യുന്ന ആൾ തന്നെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇത് കാണും. പക്ഷെ മിക്സ് ചെയ്ത് ഒരാൾക്ക് കൊടുത്തിട്ട് വേറെ മാസ്റ്റർ ചെയ്ത് നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അവരുടെ ഒരു സാധനം വരുമ്പോൾ തന്നെ അതൊരു ഔട്ട്പുട്ടിന് തന്നെ നമുക്ക് വേറൊരു വ്യത്യാസം വരും. അപ്പൊ എന്തായാലും ഡിഫറൻസ് വരും ഒരാൾ ചെയ്യുന്ന. പലരുടെ പെർസ്പെക്ടീവ് ഒരു പാട്ടിൽ വരുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ മിക്സ് ചെയ്യാൻ ഒരാള് അയാളുടെ പെർസ്പെക്ടീവ് നമുക്ക് ക്ലിയർ ആയിരിക്കും കമ്പോസർ എന്താ പറയുന്നത് എന്നുള്ളത്. പക്ഷെ അവര് ചെയ്യുന്ന ടേസ്റ്റ്, അവരുടെ ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ വായിക്കുന്നതും വേറെ ആൾ വായിക്കുന്നതും സെയിം സാധനമായിരിക്കും വായിക്കുന്നത്, പക്ഷെ ഇടുന്ന ഇമോഷനും എക്സ്പ്രഷൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരും. ഈ ദൂരം മ്യൂസിക് വീഡിയോയില് ഞാൻ വിസിൽ ക്രെഡിറ്റ്സ് ശ്രാവണിനെ കണ്ടു. ആ പാട്ട് ഞാൻ അതിന്റെ കമ്പോസിങ് സമയത്ത് എന്റെ ഫ്രണ്ട്സുകളോട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അതില് വിസിലിംഗ് പോർഷൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല, ഒരു പാട്ടായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ ക്രെഡിറ്റ്സിൽ വിസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ ഈ പരിപാടി നമ്മൾ പാട്ടിലേക്ക് വിസിലിംഗ് ആഡ് ചെയ്യുന്നത്? അത് നിപ്പിൻ ചേട്ടനാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിപ്പിൻ ചേട്ടൻ ഇങ്ങനെ അത് വിസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചുകൂടി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിസിൽ ചെയ്ത് അയച്ചു കൊടുത്തു. പറഞ്ഞു ചേട്ടാ അത് കൊള്ളാലോ, കാരണം പാട്ടിൽ ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് എനിക്ക് പാട്ട് പാടാറുണ്ട്. അപ്പൊ ഞാൻ പലതും കമ്പോസ് ചെയ്യുന്നതൊക്കെ വിസിൽ വെച്ച് ഞാൻ കമ്പോസ് ചെയ്യും. അപ്പൊ ചില വിബ്രാറ്റോസ് ഒക്കെ എനിക്ക് വിസിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തപ്പോൾ കൊള്ളാന്ന് തോന്നിയപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. പക്ഷെ ക്രെഡിറ്റ്സ് വന്നപ്പോൾ എനിക്ക് വിസിലിന് ക്രെഡിറ്റ്സ് ഇല്ല.
ഞാൻ പറഞ്ഞു നിമിൻ ചേട്ടാ എനിക്ക് ക്രെഡിറ്റ്സ് വേണം മിസ്സിൽ എന്ന് പറഞ്ഞ് ഇത് കൊടുത്ത് ഞാൻ ഷാനിക്ക് ഇതേപോലെ ഈ പാട്ട് അയച്ചു കൊടുത്തു. ഷാനി എടാ നീ വിസിൽ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഞാൻ 3-4 പ്രോജക്റ്റ് ഞാൻ വിസിൽ ചെയ്തിട്ടുണ്ട്. വയലിൻ വായിക്കാന്നല്ലാതെ തന്നെ വിസിലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാൽ വിസിലില് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, എളുപ്പമാണ്. പക്ഷെ അതിൽ ഡൈനാമിക്സ് കൊണ്ടുവരാൻ പറ്റിയത് എന്തോ എനിക്ക് എങ്ങനെയോ വരുന്നതാണ്, എനിക്കൊരു ഐഡിയ ഇല്ല. കർണാട്ടിക് മ്യൂസിക്കിലാണോ ഹിന്ദുസ്ഥാനിയിലാണോ ട്രെയിൻഡ് ആയിട്ടുള്ളത്? ഞാൻ കണ്ടത് കൂടുതലും വെസ്റ്റേൺ ക്ലാസിക്കൽ ആണ്. ഞാൻ വെസ്റ്റേൺ ക്ലാസിക്കലിൽ മാത്രമാണ്. എൻ്റെ ഫാദർ ഒരു വയലിനിസ്റ്റ് ആണ്, അച്ഛനാണ് എൻ്റെ ഗുരു. അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ. അച്ഛൻ ഫിലിമിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പം ടീച്ചറാണ്. അച്ഛനാണ് എൻ്റെ ഗുരു. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാം. ഇപ്പം ഈ വയലിൻ്റെ ആയാലും മ്യൂസിക് തിയറി ആയാലും ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡ്, റെക്കോർഡിംഗ് സൈഡ്, എൻജിനീയറിംഗ് സൈഡ് വരെ അച്ഛൻ സ്വന്തമായിട്ട് പഠിച്ച് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അച്ഛനാണ് എല്ലാം. ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഷാൻ റഹ്മാൻ്റെ കൂടെ കൺസേർട്ട് ചെയ്തത്. അപ്പോൾ ഷാനിക്ക എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഷാൻ റഹ്മാന് ശ്രാവണിൻ്റെ ലൈഫിലുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു മെന്റർ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് നമ്മൾ വിളിക്കുന്ന നിക്ക നമ്മുടെ ചേട്ടൻ്റെ സ്ഥാനം തന്നെയാണ് ഷാനിക്കും ഇത്തയ്ക്കും. ഷാനിക്കയുടെ വൈഫ്. നമ്മൾ ഈ ബാൻഡ് കൊണ്ട് മാത്രമാണ് നമ്മൾ ക്ലോസ് ആയത്. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ റെക്കോർഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബാൻഡ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ക്ലോസ് ആവാൻ ഉള്ളത്. ഇപ്പോൾ ഷാനിക്കായാലും വിനീതാണെങ്കിലും ഇവർക്കൊരു ഒരു എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു എത്തിക്സ് ആണെന്ന് തോന്നുന്നു. ഇവർ വർക്ക് ചെയ്യുന്നവരെ കുടുംബം പോലെ ഒരു ട്രീറ്റ് ചെയ്യും, ഫാമിലി പോലെ ട്രീറ്റ് ചെയ്യും. ഷാനിക്കടുത്തൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ വെളിയിൽ നിന്നാണോ അയ്യോ നമ്മൾ ബാൻഡിൻ്റെ പ്രാക്ടീസ് സമയത്ത് തുടക്കത്തിലൊക്കെ കമ്പോസർ ഇരിക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല. നമ്മൾ ഇപ്പം ഈ ഉയരെന്ന് പറഞ്ഞ കൺസേർട്ടിൻ്റെ പ്രാക്ടീസ് സമയത്തൊക്കെ ഷാനിക്കയുടെ പാട്ടുകൾ എത്രത്തോളം അതിനെ വൃത്തിയാവും, എത്രത്തോളം ഔട്ട്പുട്ട് ബെറ്റർ ആവാന്നേ ഷാനിക്ക ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കമ്പോസ് ചെയ്യുന്ന സമയത്തും ഇല്ല, ഇതേപോലെ ലൈവ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ടൈമിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ആ മ്യൂസിക് കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആസ് എ ഫ്രണ്ട് നമുക്ക് ഷാനിക്കേനെ, ആസ് എ ബ്രദർ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി എനിക്ക് ഭയങ്കര ക്ലോസ് ആണ് ഷാനിക്ക. ഇപ്പം ഈ മ്യൂസിക് ആയിട്ട് മാത്രം നമ്മൾ പേഴ്സണലി നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് ഷാനിക്കായിട്ട്. ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് ബന്ധങ്ങൾ എനിക്ക് മ്യൂസിക്കിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്, നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ഗൈഡ് ചെയ്യുമ്പോൾ ഹീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഹിറ്റ് കോമ്പോ ആണല്ലോ ഷാൻ റഹ്മാനും വിനീത് ശ്രീനിവാസനും. രണ്ടുപേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു വലിയ ലക്കും ഭാഗ്യവും ഒക്കെ വന്ന ഒരാളാണല്ലോ. അപ്പൊ ഈ ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ എന്നൊരു ഡയറക്ടറെ ലേൺ ചെയ്ത ഒരു വലിയ കാര്യം എന്തായിരിക്കും? വിനീതേട്ടനിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫിലിം മേക്കിംഗ് സൈഡ് അല്ലാതെ ഏറ്റവും കൂടുതൽ നമ്മൾ നല്ലൊരു മനുഷ്യനാവാന്നുള്ളത് പഠിക്കാം. കുറെ ഞാൻ വിനീതേട്ടനെന്ന് പറഞ്ഞു, ഞാൻ ഈ ഷൂട്ടിന് പോയിട്ട് തന്നെ എത്ര ഹമ്പിൾ ആവാം, എത്ര ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും. ഇപ്പം നമ്മളെന്ന് മാത്രമല്ല, വിനീതേട്ടൻ്റെ ആ സെറ്റിലുള്ള എല്ലാവരെയും ഫാമിലി ആയിട്ടാണ്. വിനീതേട്ടൻ്റെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പാഷനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഈ പൈസയ്ക്ക് വേണ്ടി എന്നുള്ള സാധനത്തിന് മുകളിൽ അവരെല്ലാവരും പാഷനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും എല്ലാ പണിയും ചെയ്യുന്നു. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ചീഫും അഭയചേട്ടനും ധനഞ്ജയ് എല്ലാവരും ഇവർ പറയും, എടാ നീ വേറെ സെറ്റിൽ പോയി വർക്ക് ചെയ്യല്ലേ, ഇവിടുത്തെ പോലെ അല്ല, ഇവിടെ ഇത് വേറെയാ. എൻ്റെ അടുത്ത് പറയും, ഇത് വേറെ സെറ്റിൽ പോവാണെങ്കിൽ ഇങ്ങനെ നീ പോരുത്. കാരണം എനിക്ക് അവിടെ എല്ലാം അടിപൊളിയായിരുന്നു, ഈസി ആയിരുന്നു. അവിടെ ഈസി എന്ന് പറഞ്ഞാൽ മെൻ്റലി ഈസിയാണ് വർക്ക് ചെയ്യാനൊക്കെ, ഭയങ്കര കംഫർട്ടബിൾ. ഇവരെല്ലാം ചേട്ടന്മാരെ പോലെയും ആരും അങ്ങനെ ഒരു ഹയറാർക്കിയോ അങ്ങനെ നീ ഇതാണ്, നീ ഏടിയാണ്, നീ അവിടെ നിന്നോ, അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആ ഒരു സെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിനീതേട്ടൻ്റെ ആസ് എ ഹ്യൂമൻ ബീങ് വിനീതേട്ടൻ്റെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ്, അതേപോലെ ക്രിയേറ്റീവ് സ്പേസ് തരും നമുക്ക് ഭയങ്കരമായിട്ട്. നമുക്ക് എന്തും പോയി പറയാം, ഡയറക്ടറിൻ്റെ അടുത്ത് നമുക്ക് പോയി പറയാം, ചേട്ടാ ഇതിങ്ങനെ ചെയ്താലും ചോദിച്ചാൽ കൺസിഡർ ചെയ്യും. ഭയങ്കര ഈ എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ എക്സൈറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ചില സ്ഥലത്തൊക്കെ വിനീതേട്ടൻ കിട്ടിയ സാധനം കിട്ടുമ്പോൾ വിനീതേട്ടനുള്ള എക്സൈറ്റ്മെൻറ്റും ഇവരെല്ലാം ധ്യാൻ ചേട്ടനൊക്കെ ചില സാധനങ്ങൾ അഭിനയിക്കും. അപ്പുചേട്ടനും ധ്യാൻ ചേട്ടനും ചില കോമ്പിനേഷനൊക്കെ വർക്കൗട്ടായി എന്ന് കാണുമ്പോൾ വിനീതേട്ടൻ കരയും. വിനീതേട്ടൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വിനീതേട്ടൻ മ്യൂസിക് ഇട്ട് പെർഫോം ചെയ്യിപ്പിക്കും. മ്യൂസിക് സെറ്റിൽ പ്ലേ ചെയ്യും. നമ്മളിപ്പോൾ എനിയോ മോറിക്കോണിൻ്റെ ഒക്കെ
മ്യൂസിക് ഉണ്ട്. അതൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ പാട്ടുകളൊന്നും ഇറങ്ങാത്തതുകൊണ്ട് നമ്മുടെ പോസ്റ്ററൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അന്ന് നമ്മൾ പ്ലേ ചെയ്ത മ്യൂസിക്കുകളൊക്കെയാണ് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇനി പിറകെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാം. ആ മ്യൂസിക്കൊക്കെയാണ് ഇവരുടെ ചില ഇമോഷണൽ സീൻസിലൊക്കെ പെർഫോം ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ മ്യൂസിക് ഉണ്ട്. അപ്പം അതൊക്കെ വിനീതേണ്ട അതൊക്കെ നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ ഒരു പടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പെർഫോം ചെയ്യിക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പോൾ പറഞ്ഞ പോലെ എലിവേറ്റ് ചെയ്യാൻ, ആ ഒരു സിറ്റുവേഷൻ എലിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ ഏറ്റവും അത് മ്യൂസിക് നോളജ് ഉള്ളതുകൊണ്ട് വിനീതേട്ടൻ അത് അവിടെ ഇട്ട് പെർഫോം ചെയ്യിപ്പിച്ചു. അതൊക്കെ ഭയങ്കര മാജിക്കാണ്. ഒരു തവണ ഒരു സെറ്റിൽ ജ്ഞാപകം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വിനീതേട്ടൻ മെസ്സേജ് അയച്ചുള്ളൂ. ജ്ഞാപകം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് പാടുന്ന സിന്ദൂര അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. അപ്പോൾ സിന്ദൂര എന്ന് പറഞ്ഞ കൊച്ചു അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. അപ്പം ആ പുള്ളിക്കാരി ഇതേപോലെ വിനീതൻ്റെ ഒരു സെറ്റിൽ പോയി വിനീതൻ്റെ ഫ്രണ്ടിൽ പാടിയപ്പോൾ വിനീത പറഞ്ഞാൽ നമുക്ക് അടുത്ത പാട്ട് പാടിയാലോ എന്ന് പറഞ്ഞ് വിനീതേട്ടൻ സെലക്ട് ചെയ്തതാണ്. അവിടെ റാൻഡമായിട്ട് ഒരാൾ പോയതാണ്. അങ്ങനെയാണ് സിന്ദൂര ജ്ഞാപകത്തിൽ പാടുന്നത്. പുള്ളിക്കാരി ഷൂട്ടിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ സ്റ്റുഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിനീട്ടാ ഇത് നമുക്ക് ഹെഡ്ഫോൺ ഇല്ലാതെ ലോജിക് ഇല്ലാതായിരിക്കുമോ എന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ അടുത്ത് വിനീതൻ പറഞ്ഞ് ശ്രാവൺ അങ്ങനെയല്ല, ഇത് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞൊരു മാജിക് ഉണ്ട്, ആ സിനിമയുടെ മാജിക്കാണത്. പക്ഷെ ആ ജ്ഞാപകത്തിൻ്റെ ഔട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്താണത് വിനീതേട്ടൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള സാധനം. നമുക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ യെസ്, അത് ഒരു മാജിക്കാണ് വിനീതേട്ടൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡയലോഗ് അത് ബേസിലേട്ടൻ പടത്തിൽ പറയുന്നുണ്ട്, ഇത് സിനിമയുടെ മാജിക്കാടാ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിനീതേട്ടനെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഷാനിക്കയുടെ ഇത്താന്ന് പറയുക, വിനീതേട്ടനെ പോലെ തന്നെ ദിവ്യ ചേച്ചിയും ഭയങ്കര ക്ലോസാണ്. ദിവ്യ ചേച്ചിയും ഭയങ്കര സ്വീറ്റ്. ഇവര് നമ്മൾ ഇപ്പൊ ഡബിന്റെ സമയത്ത് വിനീതന്റെ വീട്ടിലാണ് നമ്മൾ, വിനീതന്റെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് വേറെ ഫ്ലാറ്റ്, ഇവരുടെ ഫ്ലാറ്റ് തന്നെയാണ്, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഡബ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ദിവ്യ ചേച്ചി പിള്ളേര് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. പുതുതായിട്ട് ഈ വയലിനിസ്റ്റ് എന്നൊരു ടൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവുമല്ലോ. ഈ കലോത്സവ വേദികളിൽ അവസാനിച്ച് പോവാത്ത കുറച്ചുപേരെങ്കിലും ബാക്കി ഉണ്ടാവും തോന്നുന്നു. അപ്പൊ അവരുടെ അടുത്ത് എന്താ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല, ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്തായിരിക്കും ഷെയർ ചെയ്യാനുള്ളത്? വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വേൾഡിൽ തന്നെ ഏറ്റവും പാടുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിച്ച് ഇസ് ദ ടഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇൻ ദ വേൾഡ്, വയലിൻ തന്നെ വരുള്ളൂ. ഭയങ്കര പാടാണ് അത് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ചാലഞ്ചാണ്. എനിക്ക് ബേസിക്കലി എൻ്റെ ഫാദർ ഉള്ളതുകൊണ്ട് ഞാൻ പഠിച്ചു വന്നു. അപ്പോൾ ചിലവർക്ക് നല്ല പുഷ് കൊടുത്താലേ, ഐ മീൻ ചെറുതിലെ പുഷ് കൊടുത്താലേ അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റും ആയിരിക്കും വയലിൻ. പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും. ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും. അതുപോലെ മിക്കവരും ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് മ്യൂസിക്കലി നമുക്ക്. കാരണം പാട്ട് പാടുന്ന പോലെ തന്നെ നമുക്ക് വയലിനിൽ കൂടെ മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും. അത്രയും സോൾഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇത് വളരെ ആൾക്കാർ കുറവാണ്, ഭയങ്കര കുറഞ്ഞു വരുന്നുണ്ട്. വയലിൻ പഠിക്കുന്നവർ ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട്. ഈ പറഞ്ഞ സ്ട്രിങ്സ് എന്നുള്ള കാറ്റഗറിയിലോട്ട് ആൾക്കാർ കുറയുന്നുണ്ട്. ഈ പ്രോപ്പറായിട്ട് വെസ്റ്റേൺ ക്ലാസിക്കൽ ട്രെയിൻ ചെയ്ത് വരുന്നവർ കുറയുവാണ്. എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ഫ്യൂച്ചറുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതിലൊരു കരിയർ ഓപ്ഷൻ തന്നെ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഇപ്പോൾ വയലിനായാലും വിയോളായാലും ചെല്ലോ ആയാലും, ഈ ചെല്ലോ ഒക്കെ ഇപ്പോൾ ആൾക്കാർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനി നമുക്കിപ്പോൾ മിക്ക കമ്പോസേഴ്സും ഇപ്പോൾ ഭയങ്കര റൈറ്റിംഗ് നോളജ് വരുന്നുണ്ട്. സുഷിൻ ചേട്ടൻ, ക്രിസ്റ്റോക്കെ സുഷിൻ ചേട്ടൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഇവരൊക്കെ സ്ട്രിങ്സ് റൈറ്റിംഗ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം 2018 നോമിൻ ജോൺ നോക്കിയപ്പോൾ ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ വെളിയിലൊക്കെ എഴുതുന്ന പോലെ ആൾക്കാർ എഴുതുന്നുണ്ട്. പണ്ട് പോലെ നൊട്ടേഷൻ, അതെ, ഈ രാജ സാറും റഹ്മാൻ സാറൊക്കെ ആയിരുന്നു പണ്ട് എപ്പോഴും ഇതേപോലെ ചെയ്തുകൊണ്ടിരുന്ന. ചെന്നൈയിലൊക്കെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ ചെല്ലോസിലും വിയോളസിലൊക്കെ ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അച്ചീവ്മെന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ വെളിയിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി ഈ സ്ട്രിങ്സ് എന്ന് പറയുന്നതിന്. ഇപ്പം ടർബോയില് നമ്മൾ ബുദാപെസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇന്റീരിയർ തന്നെ നമ്മൾ ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും, അതെ, നമുക്ക് അത് ഉറപ്പായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴായിരിക്കും ശ്രാവണിനെ കാണാൻ പറ്റും? ഒരു ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹമുണ്ട്. അതിൽ ഇനിയൊരു വലിയൊരു സ്റ്റെപ്പാണത്, അങ്ങോട്ട് എത്തുക എന്നുള്ളത്. നമ്മളൊരു പടം ചെയ്യുന്നു, ഇപ്പോൾ അസിസ്റ്റ് ചെയ്തു, കുറേ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കുറേ കാര്യങ്ങൾ വരാനുണ്ട് ഈ പല പല മേഖലയിലും. അപ്പോൾ മ്യൂസിക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് നമുക്കിത് അറിയാമെങ്കിൽ. ഇപ്പോൾ ഇനി എൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ മ്യൂസിക് കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. പക്ഷെ ഇനിയും പഠിക്കാനുണ്ട്. ഒരു
വലിയ സ്റ്റെപ്പ് ഇപ്പോൾ പതുക്കെ 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 ബേബി സ്റ്റെപ്സിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരുവിധപ്പെട്ട ഹിറ്റായ സിനിമകളിലെല്ലാം ശ്രാവണിന്റെ ഒരു ശ്രാവൺ ഉണ്ട് അവിടെ, അറേഞ്ച്മെന്റിലോ വയലിൻ ടീമിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുമ്പോൾ ഒരു റെസ്പോൺസിബിൾ കൂടുതലാകുന്നു എന്നൊരു തോന്നലോ അങ്ങനെ ഒരു ഫീൽ, അതോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എൻജോയ് ചെയ്യുന്നൊരു പേഴ്സണാലിറ്റിയാണോ ശ്രാവൺ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ എനിക്ക് എല്ലാ പടങ്ങളും എല്ലാ കമ്പോസേഴ്സിനോട് വായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇമോഷണലി ആയിട്ട് ചെറിയ പടം വലിയ പടം ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണെങ്കിൽ പോലും ഞാൻ ഇൻഡിപെൻഡൻറ്റ് കമ്പോസേഴ്സിന് ഞാൻ കുറേ വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ചിലത് കൊളാബറേഷനാണ് ചിലതൊക്കെ. അപ്പം എനിക്ക് ഇഷ്ടമാണ്, ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് നമ്മളത് എഞ്ചിനീയറിംഗ് സൈഡ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. അപ്പം ആ ഇഷ്ടത്തിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അതായത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഐ എം വർക്കിംഗ് എന്നുള്ളത് തന്നെ ഉള്ളൂ. ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നിൽ. ഇപ്പോൾ വലിയ പടങ്ങളായാലും ചെറിയ പടങ്ങളായാലും അവർക്ക് വേണ്ടത് ഞാൻ കൊടുക്കുക എന്നുള്ളതൊരു റെസ്പോൺസിബിലിറ്റീന് മുകളിൽ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. അവസാനമായിട്ടുള്ള ചോദ്യം കൂടെ, ടർബോയുടെ റെക്കോർഡിംഗ് സെഷനിലേക്ക് സാക്ഷാൽ മമ്മൂട്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ടർബോ മൂവിയിൽ ഒരു എക്സ്പെക്ടേഷൻ, മ്യൂസിക്കിന്റെ പാർട്ടി എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണെന്ന് പറയാം. മമ്മൂക്ക ഒരു അടിപൊളി അത് ഞാൻ അറിഞ്ഞില്ല മമ്മൂക്ക വരുന്നുണ്ടെന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ ബുദ്ധാപെസ്റ്റിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് മമ്മൂക്ക വരുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് അറേഞ്ച്മെൻറ്റ്, ഞാൻ സച്ചിൻ ബാലു എന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടിയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് വർക്ക് ചെയ്തിട്ടുള്ളതും. ക്രിസ്റ്റോവും അറേഞ്ച് ചെയ്തിട്ട് ക്രിസ്റ്റോ ആണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ക്രിസ്റ്റോനാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഞാനാണ് ബുദ്ധാപെസ്റ്റിൻ്റെ ഇത് മാനേജ് ചെയ്യുന്നത്. ആ സ്കോർ എഴുതിയത് ഞാനാണ്, ഓർക്കസ്ട്രേറ്റ് ചെയ്തത് ഞാനാണ്. അപ്പം അതുകൊണ്ട് ഞാനവിടെ ചെയ്യുക എന്നുള്ളത് ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ പോകുന്നുള്ളായിരുന്നു. പക്ഷെ അപ്പം ഇല്ലാണ് എനിക്ക് സപ്തയിൽ നമുക്ക് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം. അവിടെ സപ്തയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല അതുവരെ. പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് അതിനെ വിളിച്ചിട്ട് 3 മണി എന്നുള്ളത് 5 മണിയായി. അപ്പം എൻ്റെ അടുത്ത് തന്നെ അയ്യോ മമ്മൂക്ക വരുന്നുണ്ട്, അപ്പം ടൈം ഇങ്ങനെ മാറ്റി കളിക്കല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് മമ്മൂക്ക വരുന്നുണ്ടെന്ന്. കാണുമ്പോൾ ഒരു ഓറ ഉണ്ടല്ലോ, നമ്മൾ ഒന്നാമത് ഫാൻ ബോയ് മൊമെന്റ് ആണ്. നമ്മള് കേൾക്കുന്ന ശബ്ദം ആടാ എന്ന് പറയുമ്പോൾ നമ്മള് ഞെട്ടും. ആ ഒരു മൊമെന്റിലാണ് ഞാൻ അവിടെ നിന്നത്. പക്ഷെ മമ്മൂക്ക അവിടെ വന്ന് നമ്മളെയൊക്കെ നേരത്തെ നമ്മളെ പരിചയപ്പെടുന്നു, പേരെന്താന്ന് ചോദിക്കുന്നു, എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നിട്ട് ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു, മമ്മൂക്കൊരു ഫോട്ടോ എടുത്തോട്ടെ. അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞ് കോമഡിക്ക് വാടാ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അകലെ ഇരുന്നു. മമ്മൂക്കനെ എടുക്കാന്ന് പറഞ്ഞ് നീ എന്താണ് എൻ്റെ അടുത്ത് ഇരിക്കൂലേന്ന് ചോദിച്ച് എന്നിട്ട് എന്നെ അടുത്തിരുത്തി നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി. ഭയങ്കര ഭയങ്കര മൊമെന്റ് ആയിരുന്നു അത്. ആ സെഷൻ മൊത്തം നമുക്കായിരുന്നു. ഒരു 1 hour സെഷൻ ഉണ്ടായിരുന്നു മുഴുവൻ ഭയങ്കര കൗതുകത്തോടെ. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം അറിയാം, ഇത് ചെല്ലോ എന്താ അതിന്റെ പേർപ്പസ് എന്നൊക്കെ അറിയാം. അപ്പോൾ ഭയങ്കര നോളജ് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. പക്ഷെ എന്നാലും ഇത് കാണുക എന്നുള്ളത് ഒരു ആഗ്രഹം, എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് നമുക്ക്. അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ അധികം ഇല്ലാത്തൊരു ജോണർ ടർബോ മാസ് മൂവി എന്നുള്ളൊരു ടൈറ്റിലാണ് വരുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ അത്. അതിന്റെ മ്യൂസിക് പാർട്ടിൽ ശ്രാവണിനുള്ള എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ്? ക്രിസ്റ്റോന്റെ ഒരു ഭയങ്കര സ്ട്രോങ് പോയിന്റ് ഈ ഇലക്ട്രോണിക് മ്യൂസിക്കാണ്. അപ്പം ഭീഷ്മപർവത്തിലൊക്കെ സുഷിൻ ചണ്ടോടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഗൈഡൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ ഹി ഹാസ് ഹിസ് ഓൺ ടേസ്റ്റ് ഇൻ മ്യൂസിക്. ഇപ്പോൾ സോഫ്റ്റ് മ്യൂസിക് ആയാലും സ്ട്രിങ്സ് അവന് ഭയങ്കര ധാരണയുണ്ട്. എനിക്കിത് ചെയ്യണം, ഇതാണ് എനിക്കത് വേണ്ടെന്ന്. ഹി ഹാസ് ഹിസ് ഓൺ ഐഡിയാസ്. ഇപ്പം ഇലക്ട്രോണിക് ഇതിൽ കുറേ ഇലക്ട്രോണിക് പരിപാടികളുണ്ട് ടർബോയിൽ. ട്രെയിലർ കണ്ടല്ലോ. അപ്പം അതിലുള്ള പോലെ തന്നെ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇറ്റ് വിൽ ചേഞ്ച് ഹിസ് കരിയർ. സോ ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ല സ്കോറാണ്. ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. 23rd റിലീസ്. എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്.